welcome to Future powered by Google. So, നമ്മുടെ 8 CBSE NCERT ടെക്സ്റ്റ് ബുക്കിലെ 7th ചാപ്റ്റർ ആണ് ദ പാർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാറ്റർ മെയിൻലി എക്സിസ്റ്റ് ഇൻ 3 ഫോംസ്. ഓക്കെ, മെയിൻലി ദർ ആർ മോർ ദാൻ 3 ഫോംസ്. പക്ഷെ ഇപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്സ് പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ് അത്. വൈ? ബിക്കോസ് ഈ സോളിഡ്സിലെയും ലിക്വിഡ്സിലെയും ഗ്യാസസിലെയും പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അവർ തമ്മിലുള്ള സ്പേസ് എത്രത്തോളം ഉണ്ട്, ആ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. ഓക്കെ, സോ നമുക്ക് ആ ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. സോ വി നോ ദാറ്റ് വി ഹാവ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. They are solids, liquids and gases. Okay, so first let's talk about the space between the particles in solids. Okay, so നിങ്ങൾ സോളിഡ്സിലേക്ക് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോക്കിയേ, എങ്ങനെ ഇതിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കിൾസ് ആർ ആക്ച്വലി ക്ലോസ്ലി പാക്ഡ്. അവർ ഭയങ്കര അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? യെസ്, ദ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് സ്പേസ് is actually minimum. ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് അധികം ഇല്ല, അവർ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ്, ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ലിക്വിഡ്സിലേക്ക് പോവാണെങ്കിലോ, ദേ ഫ്രം ദിസ് ഇമേജ് യു ക്യാൻ ക്ലിയർലി സീ there is some space between the particles. കണ്ടോ, പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. സോളിഡ്സ് പോലെ അത്ര ക്ലോസ് അല്ല ഇവര് അല്ലെ? യെസ്, സോ ദ ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ് ഇസ് ലിറ്റിൽ ഓർ മോർ ഇൻ സോളിഡ്സ്. അതായത് സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറവാണ്, എന്നാൽ സോളിഡ്സിനേക്കാൾ കൂടുതൽ സ്പേസ് ഉണ്ട്. ഓക്കെ, നൗ വെൻ ഇറ്റ് കംസ് ടു ഗ്യാസ്, ഒരു ഗ്യാസ് ആണെങ്കിലോ നോക്ക്, ഫ്രം ദ പിക്ചർ ഇറ്റ് ഇസ് ക്ലിയർലി വിസിബിൾ. പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്? നല്ല സ്പേസ് ഉണ്ടല്ലേ? So the interparticle spacing is maximum. So സ്പേസിന്റെ കാര്യം വരികയാണെങ്കിൽ, ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ആർക്കായിരിക്കും ഉണ്ടാവുക മക്കളെ? ഗ്യാസിനായിരിക്കും. ആൻഡ് ഏറ്റവും മിനിമം സ്പേസ് വരുന്നത് സോളിഡ്സിനായിരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇറ്റ്സ് റിയലി സിമ്പിൾ, റൈറ്റ്? യെസ്. നെക്സ്റ്റ്, എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. സോളിഡ്സിൽ എങ്ങനെയാ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ദേ ആർ ടൈറ്റ്ലി അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ്. പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവര് ഭയങ്കര അടുത്തടുത്തായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. വെൻ ഇറ്റ് കംസ് ടു ലിക്വിഡ്സ്, ലിക്വിഡ് ആണെങ്കിലോ ദ പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി പാക്ഡ് ദാൻ സോളിഡ്സ്. നോക്ക്, സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ചും കൂടെ ഫ്രീ ആണല്ലേ? They are loosely packed compared to solids. ഇനി ഗ്യാസ് ആണെങ്കിലോ പാർട്ടിക്കിൾസ് ആർ റിയലി ഫ്രീ. അവർ തമ്മിൽ നല്ല സ്പേസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. which means that the particles are free. ഓക്കെ, കണ്ടോ, ഭയങ്കര ലൂസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ. ഇനി നമുക്ക് നോക്കാം ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ. ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഫോഴ്സ്, ഒരു കണക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് പറയാം. അത് ഓർക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആർക്കാണ് കൂടുതൽ എന്ന് ഓർക്കാൻ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. സ്പേസ് കുറവാണെങ്കിൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ആലോചിക്കുക. ഇപ്പൊ ലവേഴ്സ് അവരെപ്പോഴും കാണുമ്പോഴാണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ? ഇനി നേരെ അവർ ലോങ് ഡിസ്റ്റൻസിൽ പോയി എന്ന് വിചാരിക്കും, കുറച്ച് കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആവാറുണ്ട്. എല്ലാവരും അല്ല, ചിലവര്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് പറഞ്ഞു എന്ന് മാത്രം. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ അട്രാക്ഷൻ കുറയും. ഡിസ്റ്റൻസ് കൂടിയാൽ അട്രാക്ഷൻ കുറയും. ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും. നോക്കിയേ, പാർട്ടിക്കിൾസ് ഇൻ സോളിഡിലെ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കുറവാ. അവര് അടുത്തടുത്തായിട്ടായിരിക്കുന്നത് അല്ലെ? സോ അവര് അടുത്തായതുകൊണ്ട് അട്രാക്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഇസ് മാക്സിമം. സോളിഡ്സിലാണ് ഏറ്റവും കൂടുതൽ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഉള്ളത്. ഓക്കെ, നൗ മൂവിങ് ടു ലിക്വിഡ്. ലിക്വിഡ് ആണെങ്കിലോ സോളിഡിനെ വെച്ച് നോക്കുമ്പോൾ അവർ തമ്മിൽ കുറച്ച് സ്പേസ് ഉണ്ട് അല്ലെ? സ്പേസ് ഉണ്ട്. സോ സ്പേസ് കുറച്ച് വന്നുകൊണ്ട് അട്രാക്ഷൻ കുറച്ച് കുറഞ്ഞു അല്ലെ? ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ
is slightly weaker than solids. സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിക്വിഡ്സിലെ അട്രാക്ഷൻ എന്താണ്? കുറച്ച് കുറവാണ്. ഇനി ഗ്യാസിലേക്ക് വന്നാലോ മക്കളെ, അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാ. അവര് ലോങ് ഡിസ്റ്റൻസിലാ. ലോങ് ഡിസ്റ്റൻസ് ആയപ്പോ എന്ത് സംഭവിച്ചു? അട്രാക്ഷൻ കുറഞ്ഞു. ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഇസ് മിനിമം, നെഗ്ലിജിബിൾ, ഓൾമോസ്റ്റ് ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാന്ന്. ഓക്കെ, കണ്ടോ? അപ്പൊ ഡിസ്റ്റൻസ് കൂടിയപ്പോ അട്രാക്ഷൻ കുറഞ്ഞു. അപ്പൊ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ള ആളാരാ? സോളിഡ്. ഏറ്റവും കുറവുള്ള ആളാരാണ്? ഗ്യാസ്. ക്ലിയർ ആയില്ലേ? യെസ്. Now we are moving to the last one, movement of the particles. നോക്ക്, സോളിഡ്സിൽ ഭയങ്കര ക്ലോസ്ലി പാക്ഡാ. അവർക്ക് അങ്ങോട്ട് നീങ്ങാനും ഇങ്ങോട്ട് നീങ്ങാനും പറ്റില്ല. അത്രയും കണക്ഷനാ. ഒരാൾക്ക് ഒരാളെ വിട്ട് പോവുകയും വേണ്ട. ഓക്കെ, സോ മൂവ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ സോളിഡ്സിൽ നോക്കുകയാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് നെഗ്ലിജിബിൾ. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. അവർക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ജസ്റ്റ് ആ പൊസിഷനിൽ നിന്നിട്ട് ടു ആൻഡ് ഫ്രോ ഒന്ന് വൈബ്രേറ്റ് ചെയ്യാം കുറച്ച്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ലിക്വിഡ്സിലേക്ക് നോക്കുകയാണെങ്കിലോ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റഡ് ടു ലിമിറ്റഡ് സ്പേസ്. അതായത് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാം എന്ന് വെച്ചിട്ട് തോന്നിയ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാൾ കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്, കുറച്ച് അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാസിനാണെങ്കിലോ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ഓൾ അവൈലബിൾ സ്പേസ്. അവര് തമ്മില് അട്രാക്ഷൻ കുറവായതുകൊണ്ട്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവായതുകൊണ്ട് ദേ ആർ ഫ്രീ ടു മൂവ്. അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതിലെ ആർക്കായിരിക്കും, ഏത് പാർട്ടിക്കിൾസിനായിരിക്കും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് ഒഴുകി നടക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്ത് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഗ്യാസിനാണ്. ഗ്യാസ് പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. സോളിഡ് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് ഓഫ് ലൈക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇല്ല. കാരണം എന്താ? അവര് ടൈറ്റ്ലി പാക്ഡ് ആണ്. ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ക്ലിയർ ആയോ? സോ ഈ ഭാഗത്ത് സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഗ്യാസിന്റെയും ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പോർഷനിൽ നിന്നും ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, സോ ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. സോ അതിനുവേണ്ടി മക്കൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഇപ്പൊ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ബൈ.